അമേരിക്ക തുറന്ന് കണ്ടോളൂ. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടപ്പിലാക്കാൻ പോകുകയാണ് ഇറാൻ. എത്ര തളർത്താൻ ശ്രമിച്ചാലും തോൽക്കാൻ സമ്മതിക്കാത്ത ഇറാന്റെ മനോധൈര്യം ഒന്നുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിൽ വിജയിച്ചു കയറി വന്നത്. ആ ചങ്കൂറ്റത്തിനൊപ്പം റഷ്യയുടെ പിന്തുണ കൂടി ചേരുമ്പോൾ ഒരു ശക്തിക്കും ഇറാനെ ഇനി തൊടാൻ പോലും സാധിക്കില്ല. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ പഠിച്ച പണി മുഴുവൻ ചെയ്ത അമേരിക്കയ്ക്ക് ഇറാൻ ഇതാ മറുപടി നൽകുന്നു. സ്വയം ആണവായുധം നിർമ്മിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വായടപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. യുദ്ധം അവസാനിച്ചിട്ടില്ല, യഥാർത്ഥ യുദ്ധം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നെഞ്ചിൽ കയറി അവർ ആയുധ നിർമ്മാണത്തിന് സജ്ജമായിരിക്കുകയാണ് എന്നത് അതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം വിച്ഛേദിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ബില്ലിന് ഇറാൻ പാർലമെന്റാണ് അംഗീകാരം നൽകിയത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇറാൻ പാർലമെന്റ് പാസാക്കിയത്. ഇനി മുതൽ IAEA നിരീക്ഷകർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കും ഉണ്ടാകും. ഏജൻസിയുടെ പ്രവേശനത്തിന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാര ആവശ്യവുമായി വരുമെന്നും ഇറാൻ പാർലമെന്റ് വക്താവ് അലി റസ സലീമ പറഞ്ഞു. എന്നാൽ ഇറാൻ പാർലമെന്റ് ബിൽ പാസാക്കിയെങ്കിലും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത്. ഇറാനിലെ ആണവ നിലയങ്ങൾക്കെതിരായ ആക്രമണത്തെ ചെറിയ തോതിൽ പോലും അപലപിക്കാൻ തയ്യാറാകാതിരുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അതിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹ് പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബാക്രമണത്തിൽ തകർന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ ക്ഷതം ഏൽപ്പിച്ചിട്ടില്ലെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ വിലയിരുത്തൽ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. അതേസമയം ഈ റിപ്പോർട്ടുകൾ പൂർണ്ണ അസംബന്ധമാണെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഈ വിവാദങ്ങൾക്കിടയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിക്കുന്നത്. ഇറാൻ ആണവ പദ്ധതികൾ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ആണവോർജ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയ സാഹചര്യത്തിൽ അവിടം പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിയണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിച്ചിരിക്കുന്നത്. കാരണം അവസരം കിട്ടിയപ്പോൾ ഇവർ പോലും തള്ളിക്കളഞ്ഞു എന്ന് ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ആണവായുധ നിർമ്മാണത്തിലേക്ക് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ കടക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നു എന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയായിരിക്കും. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഭയപ്പെടുത്തുന്നതും എന്നാൽ ഇറാന്റെ വീക്ഷണത്തിൽ അവരുടെ ദേശീയ ആത്മാഭിമാനത്തിന്റെ വിജയമായിട്ട് നമുക്കിത് കണക്കാക്കാവുന്നതാണ്. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിയാൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ശക്തി സന്തുലനത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇറാൻ ദീർഘകാലമായി അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയാണെന്നാണ് വാദിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇതിനെ ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായിട്ടാണ് നോക്കിക്കാണുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ 60% വരെ യുറേനിയം എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആണവായുധ നിർമ്മാണത്തിന് വളരെ അടുത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവർ അതിന് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇറാൻ ആണവായുധം കൈവശം വെച്ചാൽ അത് അവർക്കൊരു തന്ത്രപരമായ ഡിറ്ററന്റ് തന്നെ നൽകും. അതായത് ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിക്കുന്നതിന് മുൻപ് 2 വട്ടം ഇറാനെ ആക്രമിക്കണമോ എന്ന കാര്യം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നു ചേരും. ഇറാന്റെ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ ദേശീയ സുരക്ഷയെ ശക്തിപ്പെടുത്തുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളോടും ഇടപെടലുകളോടുമുള്ള ഒരു പ്രതിരോധമായിട്ട് മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യം. ഇറാൻ ഒരു ആണവ ശക്തിയായാൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലനം തകിടം മറിയും. ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വിശ്വസിക്കപ്പെടുന്നുണ്ട്. കാരണം അമേരിക്ക അത്രത്തോളം ആയുധങ്ങളും അത്രത്തോളം സഹായവും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അവരുടെ പ്രാദേശിക ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയായിരിക്കും ഇറാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം ആണവ പദ്ധതികൾ ആരംഭിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ആണവ മത്സരത്തിന്, അതായത് ന്യൂക്ലിയർ ആംസ് റേസിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്താനാണ് ഉപകരിക്കപ്പെടുക.
ഇറാന് ഹിസ്ബുള്ള, അതുപോലെ ഹൂതികൾ, ഹമാസ് തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണല്ലോ. ആണവായുധം ലഭിക്കുന്നത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഗ്രൂപ്പുകളിലൂടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ലെബനൻ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രോക്സി യുദ്ധങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നോക്കിക്കാണുന്നുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആഗോള എണ്ണവിലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. എണ്ണവില വർദ്ധിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ബാധിക്കും. ഇറാൻ ഇതിനെ ഒരു തന്ത്രപരമായ ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ആണവ ശക്തിയായാൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, അതായത് NPT-യിൽ നിന്ന് പിന്മാറാനുള്ള ഭീഷണി അവർ ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇറാന് നേരെ അമേരിക്കയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം തന്നെ അമേരിക്ക ഉപരോധങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ആണവ ശക്തിയാകുക എന്നത് അവരുടെ പരമാധികാരത്തിന്റെ സ്വയം നിർണയത്തിന്റെയും ഒരു പ്രതീകം തന്നെയാണ്. ദശകങ്ങളായി അമേരിക്കയുടെ ഉപരോധങ്ങളും ഇസ്രായേലിന്റെ ഭീഷണികളും നേരിട്ടിട്ടും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. ഒരു രാജ്യം തങ്ങളുടെ ശത്രുക്കളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ സ്വന്തം ശക്തി കെട്ടിപ്പടുക്കുന്നത് ഒരു വലിയ നേട്ടമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, അല്ലേ? ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും തങ്ങളുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഴിവുകൾ ഉപയോഗിച്ച് ഈ നേട്ടം കൈവരിച്ചു എന്നത് അവരുടെ ദൃഢനിശ്ചയത്തിന്റെ തെളിവ് തന്നെയാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിൽ പാശ്ചാത്യ ഇടപെടലുകൾക്കെതിരെ ഒരു പ്രതിരോധ ശക്തിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. അവർ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ പിന്തുണച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിനെതിരെ പോരാടുന്നു. ഈ പ്രതിരോധ മനോഭാവം അവരുടെ ജനതയ്ക്ക് ഒരു ദേശീയ ആത്മാഭിമാനം തന്നെയാണ് നൽകുന്നത്. ഇത് അഭിനന്ദാർഹം തന്നെയാണല്ലോ. ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതിയെ അവരുടെ നിലനിൽപ്പിന്റെ ഭീഷണി എന്നാണ് വിശേഷിപ്പിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2025 ജൂണിൽ ഇസ്രായേൽ ഇറാന്റെ ഫോഡോ, നദൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതും ഇത് പറഞ്ഞു തന്നെയാണ്. ഇതൊരു പ്രതിരോധ നടപടിയായിട്ടാണ് അവർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനെതിരെയാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. കൂട്ടുനിൽക്കാൻ അമേരിക്കയുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ബിഗിൻ ഡോക്ട്രിൻ, അതായത് ശത്രു രാജ്യങ്ങൾ ആണവായുധം കൈവശം വെക്കുന്നതിന് മുൻപ് തന്നെ ആക്രമിക്കുക എന്ന നയം മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവർ സ്വന്തം ആണവ ശേഖരം ഉണ്ടെന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടും ഇറാന്റെ ആണവ പദ്ധതിയെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ഒരു ഇരട്ടത്താപ്പായിട്ട് തന്നെയാണ് ലോകം നോക്കുന്നത്. ഇസ്രായേലിന്റെ ഈ ആക്രമണോത്സുക നിലപാട് മേഖലയിൽ സമാധാനത്തിന് പകരം കൂടുതൽ യുദ്ധങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതിയെ തടയാൻ മാക്സിമം പ്രഷർ എന്നൊരു നയം സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിൽ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉൾപ്പെടുന്നുണ്ട്. അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 ജൂണിൽ അമേരിക്ക ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ട് വിമർശിക്കപ്പെടുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിച്ചു എന്ന് അമേരിക്ക വാദിച്ചെങ്കിലും ഇത് ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിനുള്ള പ്രേരണ വർദ്ധിപ്പിച്ചേക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത്. അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതും. അമേരിക്കയുടെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം കൂടുതൽ അസ്ഥിരതയാണ് സൃഷ്ടിച്ചത്. 2018 അമേരിക്ക JCPOA, അതായത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം ഇറാനെ കൂടുതൽ ആക്രമണോത്സുകമാക്കിയെന്നാണ് വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇറാനുമായി നയതന്ത്രപരമായ സംഭാഷണങ്ങൾക്ക് പകരം സൈനിക നടപടികൾ തിരഞ്ഞെടുക്കുന്നത് അമേരിക്കയുടെ ലോക പോലീസ് നയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ അമേരിക്ക എല്ലാ വഴികളും സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആണവായുധം കൈവശം വെച്ചാൽ അമേരിക്കയ്ക്ക് മുന്നിൽ 3 ഓപ്ഷനുകളാണ് പിന്നെയുള്ളത്. ഒന്നാമത്തെ കാര്യം, അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം എന്നതാണ്. എന്നാൽ ഫോഡോ പോലെയുള്ള സൗകര്യങ്ങൾ മലയ്ക്കടിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അമേരിക്ക ഇറാനുമായി പുതിയൊരു ആണവ കരാറിന് ശ്രമിച്ചേക്കാം എന്നതാണ് അടുത്തത്. പക്ഷേ ഇറാന്റെ അവിശ്വാസം കാരണം ഇത് വിജയിക്കാനുള്ള സാധ്യതയും നന്നേ കുറവാണ്. ഇറാൻ ആണവ ശക്തിയായ അമേരിക്ക അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള സൈനിക സഖ്യങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമായിരിക്കും അമേരിക്ക നടത്തുക. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയവും ഇതിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. റിപ്പബ്ലിക്കന്മാർ ഈ ആക്രമണങ്ങളെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡെമോക്രാറ്റുകൾ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ നടത്തിയ സൈനിക നടപടികളെ വിമർശിക്കുന്നവരാണ്. ഇസ്രായേൽ ഇറാന്റെ ആണവ ശക്തിയെ ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയായിട്ടാണ് കാണുന്നത്. അവർ ഇതിനെ ഒരിക്കലും പൂർണ്ണമായി അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തുടർച്ചയായി ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം.
എന്നാൽ അവരുടെ സൈനിക ശേഷി പരിമിതമാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഇങ്ങനെ വന്നാൽ ഇസ്രായേൽ പതിവ് പോലെ അമേരിക്കയോട് തന്നെ സഹായം അഭ്യർത്ഥിക്കും. ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടും. പ്രത്യേകിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലുള്ള ശക്തമായ ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും ഇവർക്ക് മുമ്പിലില്ല. ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. UN-ലൂടെയും മറ്റ് ഫോറങ്ങളിലൂടെയും ഇസ്രായേലിന്റെ ജനതയ്ക്കിടയിൽ ഇറാന്റെ ആണവശക്തി ഭയവും ദേഷ്യവും ഉണ്ടാകും. ഇത് അവരുടെ സർക്കാരിനെ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കാൻ തനിക്ക് പ്രേരിപ്പിക്കുക. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുകയാണെങ്കിൽ, അതായത് ആണവായുധമുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ, നമുക്കറിയാവുന്നതാണ് റഷ്യ ഒരുപാട് പിന്തുണയ്ക്കുന്ന രാഷ്ട്രമാണല്ലോ ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും നിന്ന് വിറയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലേ? അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.